ആദ്യമായിട്ടല്ല നടയുടെയല്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഇപ്പൊ സുബ്രഹ്മണ്യ സംഗമം നടത്താറുണ്ട്. ലോകം മുഴുവനുള്ള ഇന്ത്യൻ ഡയസ്പോറയെ അഭിമുഖീകരിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ സംഗമം നടത്താറുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ സംഗമം നടത്താറുണ്ട്. അതുപോലെ തന്നെ കുംഭമേളയിൽ ദേശവിദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പല ക്ഷേത്രങ്ങളിലും, ഉദാഹരണത്തിന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലൊക്കെ അവിടെ ഹെലികോപ്റ്ററിലാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ വികസനം എന്ന് പറയുന്നത് അവിടെ ഒരു എയർപോർട്ട് വരുന്നതുകൊണ്ട്, ശബരിമല വലിയ വികസന പാത വരുന്നതുകൊണ്ട് ആ പ്രദേശം എല്ലാം വികസിക്കുകയാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തതാണ്, ഫെയ്ത്ത് ഷോപ്പിംഗിൽ നിന്ന് കണ്ടുകൂടാന്ന്. പക്ഷേ ഫെയ്ത്ത് ഷോപ്പിംഗ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ സിസ്റ്റൈൻ ചാപ്പലിൽ പോകുന്നത് അവിടെ ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് കാണാനാണ്. ഞാൻ ക്രിസ്തുമത വിശ്വാസിയായിട്ടാണോ അത് കാണാനായിട്ട് പോകുന്നത്? അതുപോലെ അവിടുത്തെ ഗോതിക് പള്ളികളൊക്കെ കാണാൻ പോകുന്നത് ഞാൻ ക്രിസ്തുമത യഹൂദ വിശ്വാസി ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഞാൻ ജർമ്മനിയിൽ പോയി ഹോളോകോസ്റ്റ് മ്യൂസിയം ഞാൻ സന്ദർശിക്കുന്നത് ഹിറ്റ്ലറിന്റെ ഫാൻ ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല. ടൂറിസ്റ്റ് കേന്ദ്രത്തിന് മാത്രമല്ല, കുംഭമേളയിൽ കുളിക്കാൻ എല്ലാവരും ഭക്തന്മാരാണോ? അയ്യപ്പ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങൾ എന്ന് പറയുന്നതും ഫെയ്ത്ത് ഷോപ്പിംഗിന്റെയും ടൂറിസത്തിന്റെയും കേന്ദ്രമല്ല. ശ്രീ ജയരാജ് ഇവിടെ വെളിവാക്കിയതാണ് CPM-ന്റെ ഉള്ളിലെ മനസ്ഥിതി. ശ്രീ ജയരാജ് ഇത് പറഞ്ഞതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ശ്രീ ജയരാജ് പറഞ്ഞു പോയ ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. താങ്കൾ നാട്ടിലുള്ള ഇതൊരു ടൂറിസ്റ്റ് സെന്റർ അല്ല. ഫ്രോയിഡിയൻ സ്ലിപ്പിനെ കുറിച്ചൊന്നും താങ്കൾ പറയണ്ട. താങ്കൾ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? താങ്കൾ ദിലീപിനെയും താങ്ങി, താങ്കൾ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെയും താങ്ങി, സകലമാന സ്ത്രീകൾക്ക് വിരുദ്ധമായി നിലപാടെടുത്ത് മുക്കിന് മാപ്പും പറഞ്ഞു നടക്കുന്ന നിലപാടുകളില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. യാതൊരു നിലപാടുമില്ലാത്ത താങ്കൾ പറയുന്നതിന് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് ചെയ്യുന്നത്. താങ്കളോട് പല ആളുകൾ സംസാരിക്കുന്ന രീതിയില്ല. ഇത് താങ്കൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ താങ്കൾ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന രാഹുൽ അദ്ദേഹത്തിന് മറുപടി കേൾക്കാം. ജയരാജ് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു, രാഹുൽ പറയുമ്പോൾ താങ്കൾ പ്രകോപിതനാകേണ്ട, താങ്കൾ അതിനുള്ള മറുപടി നൽകൂ. താങ്കളുടെ വാദത്തെ സാധൂകരിക്കുന്ന മറുപടി താങ്കൾ നൽകൂ. അത് താങ്കൾ പ്രകോപിതനാകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു. അവിടെയെല്ലാം ജനങ്ങൾ പോകാറുണ്ട്. പല സ്ഥലങ്ങളിൽ ജനങ്ങൾ പോകാറുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോകാറുണ്ട്. നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, ഇത്തരം അരിങ്കുലകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കാണാൻ പോകാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനകത്ത് താല്പര്യമുള്ള ആളുകളും പോകാറുണ്ട്.